ഹലോ, ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനിന്ന് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ യെസ്, നമുക്ക് വൈകിപ്പിക്കേണ്ട, വേഗം ഉണ്ടാക്കിയാലോ. അവിയലിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ ചെയ്തു വെച്ചു. അപ്പോൾ ഇതിൽ കായ, ചേന, പച്ചപ്പയറ്, ക്യാരറ്റ്, കൈപ്പയ്ക്ക, പിന്നെ ഒരു 4 പച്ചമുളക്, ഇത്രയാണ് എടുത്തിരുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ നീളന അരിഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ് കേട്ടോ. ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. കാരണം നമ്മൾ പച്ചമുളകിൽ 4 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എരിവ് നമുക്കവിടെ വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ പാകത്തിന് ഇടാം. ഇതിപ്പോൾ 1 സ്പൂൺ ഇടുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. പച്ചമുളക് നമ്മൾ അരിഞ്ഞിടണം കേട്ടോ. അത് ഇതിൽ അരിഞ്ഞിടാണ്. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ നന്നായിട്ട് വരും. ആവശ്യത്തിനുള്ള പാകത്തിനുള്ള എരിവാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു തണ്ട് വേപ്പിലും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ. എല്ലാം ഇതിൽ സെറ്റാവും. മിക്സ് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇടാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിസിലടിക്കാൻ പോകണേ. എത്ര വിസിലടിക്കാൻ? ഒരു വിസിൽ മതി കേട്ടോ. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒഴിക്കുക. പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ വെള്ളമാണ്, വേറെ വെള്ളമൊന്നുമല്ല. ഇനി വിസിലടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇനി എത്ര മിനിറ്റ് എടുക്കും ഒരു വിസിൽ? അപ്പോൾ നീ ഒരു വിസിൽ വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അവിയലിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് വേവ്. ഇപ്പോൾ വേവ് ചിലപ്പോൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഒറ്റ വിസിലുകൊണ്ട് ചിലപ്പോൾ നന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ വേവ് ഇത്തിരി കുറവായതുകൊണ്ട് വീണ്ടും 1 വിസിൽ അടിച്ചിട്ട്, അപ്പോൾ 2 വിസിലാണ് ഇത് അടിച്ചേക്കുന്നത് അവിയലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞതാണ്. പുളി പിഴിഞ്ഞത് ഒരു പക്കത്തി പുളി പിഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒഴിച്ചേക്കുന്നതാണ്. അത് നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് ഒഴിക്കാം കേട്ടോ. നോക്കിയിട്ട് പുളി ഇതിനനുസരിച്ചാണ്. പുളി എന്ന് പറയുന്നത് നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ. അത് ഇത്ര ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് അരപ്പ് തയ്യാറാക്കാം അവിയലിക്കുള്ളത്. അപ്പോൾ ഒരു അരമുറി നാളികേരം ചിരകിയതും പിന്നെ 1 സ്പൂണ് ജീരകം കൂടിയിട്ട് നമുക്ക് ഇനി മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. സോറി, ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ട കേട്ടോ. അരച്ച് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കരുത്, ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് ക്രഷ് ചെയ്തതിനു ശേഷം കാണാം. അരക്കണത് കണ്ടില്ല, അത്ര അരച്ചാൽ മതി കേട്ടോ. ഇതാണ് അതിന്റെ അരപ്പ് എന്ന് പറയുന്നത്. നമുക്കതിലേക്ക് വേപ്പിലൊക്കെ ഇങ്ങനെ പിന്നെ 2 ഉള്ളി ചതച്ചിടുക. അരപ്പിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ ആണെങ്കിൽ വേഗം കേട്ടോ. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് തന്നെ. ഈ അവിയൽ നമുക്കൊന്ന് സ്റ്റൗമിലേക്ക് വെക്കാം. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണാക്കിയിട്ടുണ്ട് ഗ്യാസ്. അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് അതിൽ കിടക്കണം വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഒന്നിത്തിരി വറ്റി വരാൻ കേട്ടോ. അവിടെ വെള്ളമൊക്കെ നിൽക്കുന്നത് അതൊക്കെ ഒന്നിത്തിരി വറ്റി വരണം. അവയിലുള്ള വെജിറ്റബിൾസ് ഇതേ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നാളികേര മിക്സ് ആഡ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. കണ്ട, നമ്മളിങ്ങനെ സ്പ്രെഡ് മുകളിൽ നമ്മളിന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം ആ മസാലയ്ക്കൊന്ന് ഇറങ്ങി വരണം ആ വെജിറ്റബിൾസിൻ്റെ ഉള്ളിലേക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോ അമ്മയുടെ റെസിപ്പിയാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിവ്. അതിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതാണ് സംഭവം വരുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ തുറന്നു നോക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. ഇറക്കി വെച്ചതിന് ശേഷം അതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെറ്റ് ആക്കി എടുക്കാന്ന് പറയുന്നത് അമ്മയുടെ സ്റ്റൈല്. എനിക്കറിയില്ല അത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മേലെ ഒന്ന് തൂക്കി കൊടുക്കാം. ഇതാണ് ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അവിയൽ റെഡി. ഇനി നമുക്ക് അടച്ചു വെക്കാം.